ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് റാഗിയും റവയും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അല്പം കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗീയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ ഗീയിൽ തന്നെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഗീയിൽ കിടന്നിട്ട് ഈ നേന്ത്രപ്പഴം എല്ലാം ഒന്ന് ചെറുതായി ഫ്രൈ ആയി വരണം. അപ്പോൾ പഴം ഇവിടെ ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയും നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഇനി ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഇപ്പോൾ ശർക്കരയുടെ മധുരമെല്ലാം പഴത്തിലെല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാവും. ഈ സമയം നമുക്ക് ഇതിലോട്ട് റാഗി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നമ്മൾ സിമ്മിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. റവ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കതിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. എല്ലാം കൂടെ നന്നായി മിക്സായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ഗീയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. ഇതിന് പ്ലേറ്റിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇവിടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇത് നമ്മൾ പ്ലേറ്റിൽ നിന്ന് മാറ്റണം. കിണ്ണത്തപ്പം റെഡി ആയിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്